എല്ലാവർക്കും നമസ്കാരം. ത്രിമധുരം ഭക്തിയും അല്ലെങ്കിൽ ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രായമായ ആളുകളാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഗ്രൂപ്പുകളിൽ വരുന്നതും ഗ്രൂപ്പുകളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നവർക്കൊക്കെ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏത് സമയവും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ആരെങ്കിലുമൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാതൃഭൂമിയിൽ ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ വരുന്നു സല്ലാപം എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട്. ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാത്തവർക്ക് ഈ ചാനലുകളിലൂടെ ഇത്തരം അറിവുകൾ കിട്ടുമല്ലോ. അപ്പോൾ കേട്ട് നോക്കുക, എന്തായാലും കേട്ടിട്ട് എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. പദ്ധതിയുമായിട്ട് നമ്മുടെ സാമൂഹിക നീതി വകുപ്പാണ് വരുന്നത്. ഹലോ മുത്തച്ഛ മുത്തശ്ശി, സുഖമാണോ? തനിച്ചായി പോയ വയോധികരെ ഫോൺ വിളികളിലൂടെ ചേർത്ത് പിടിച്ച് സാന്ത്വനമേകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ്. സല്ലാപം എന്ന പേരിലുള്ള പദ്ധതിയിലൂടെയാണ് വയോജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഫോൺ വിളികൾ എത്തുക. കേരളത്തിലെ 14 ജില്ലകളിലും പദ്ധതി നടപ്പാക്കും. ഒറ്റപ്പെട്ടുപോയ വയോധികരെ നിശ്ചിത ഇടവേളകളിൽ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിയും. ആരുമില്ലെന്ന തോന്നൽ വയോജനങ്ങളിൽ ഉണ്ടാകാതിരിക്കുക, ഏകാന്തതയ്ക്ക് പരിഹാരം കാണുക, ഉള്ളു തുറന്ന് സംസാരിക്കാൻ അവസരമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വയോജനങ്ങളെ വിളിച്ച് കുശലാന്വേഷണം നടത്താൻ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് MSW വിദ്യാർത്ഥികളെയാണ് നിയോഗിക്കുക. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളിൽ നിന്നും MSW പഠനം പൂർത്തിയാക്കിയവരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് പാനൽ തയ്യാറാക്കും. ശേഷം വിദ്യാർത്ഥികൾക്ക് വയോധികരെ വിളിച്ച് സംസാരിക്കുന്നതിൽ പ്രത്യേക പരിശീലനം നൽകും. വിളിക്കാനുള്ള സിം കാർഡും റീചാർജും സാമൂഹിക വകുപ്പ് നൽകുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രവും നൽകും. ഒറ്റപ്പെട്ടുപോയ വയോജനങ്ങൾക്ക് സാന്ത്വനമേകുന്നതിനപ്പുറം അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവ പരിഹരിക്കാനുമുള്ള ഇടപെടൽ നടത്താനും പദ്ധതി ഉപകരിക്കും. പ്രേരണ കോവിഡ് കാലത്തുണ്ടായിട്ടുള്ള ഫോൺ വിളികളാണ്. കോവിഡ് കാലത്ത് സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ഫോണിൽ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. ഈ വിളികളിലൂടെയാണ് വയോജനങ്ങൾ വലിയ തോതിൽ ഒറ്റപ്പെടൽ നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതെന്ന് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ KJ ജോൺ ജോഷി പറഞ്ഞു. അണുകുടുംബ വ്യവസ്ഥിതിയിൽ മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ജോലി പഠനത്തിരക്കുകളിലാവുമ്പോൾ സംസാരിക്കാൻ പോലും ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളുണ്ട്. ഇത്തരക്കാർക്കെല്ലാം ആശ്വാസമേകുന്നതാണ് സല്ലാപം പദ്ധതി. 2015 സെൻസസ് പ്രകാരം 16.7% കേരളത്തിലെ വയോജനങ്ങളുടെ എണ്ണം. 2030 ആവുമ്പോഴേക്കും ഇത് 30% എത്തുമെന്ന് അധികൃതർ പറഞ്ഞു. ഇവരിൽ പലരും ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് മാത്രം ഒറ്റപ്പെട്ടു പോകുന്നവരല്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഉള്ളു തുറന്ന് സംസാരിക്കാൻ ആരുമില്ലാത്തത് കാരണം ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന 60 വയസ്സിന് മുകളിലുള്ളവരെ സാമൂഹിക നീതി വകുപ്പ് കണ്ടെത്തി സല്ലാപം പദ്ധതിയുടെ ഭാഗമാക്കും. MSW കോഴ്സിലുള്ള കോളേജുകൾ, MSW വിദ്യാർത്ഥി കൂട്ടായ്മ എന്നിവ വിശദ വിവരങ്ങൾ 15-നകം സമർപ്പിക്കണം. വയോജനങ്ങൾക്ക് എന്തായാലും പ്രയോജനം ഉണ്ടാവും. എല്ലാവരും ഒപ്പമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഉള്ളു തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. എന്നെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റിയാൽ അവിടെയുള്ളവരുമായി എനിക്ക് കൂട്ടുകൂടാമായിരുന്നു. മുൻപൊരിക്കൽ ഒരു വയോധിക പറഞ്ഞ വാക്കുകളാണിങ്ങനെ. ഞാനിത് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ ആളുകൾ, കുറേ പ്രായമുള്ള ആളുകളൊക്കെ നമ്മളെ ഗ്രൂപ്പിലുണ്ടല്ലേ, ഒറ്റപ്പെട്ടു പോയവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഏത് സമയവും ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും എവിടെയൊക്കെയോ ചോദിക്കാനും പറയാനുണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. നമ്മളിത് മുന്നേ തുടങ്ങിയിരുന്നുല്ലേ, പല രീതിയിലാണെങ്കിലും. എങ്കിലും എല്ലാ ഭാവുകങ്ങളും നേരെയാണ് സാമൂഹിക നീതി വകുപ്പിൻ്റെ ഈ ഒരു പദ്ധതിക്ക് എല്ലാവരിലേക്കും എത്തിക്കുക. ഹരേ കൃഷ്ണ.